പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് സമ്മർ സ്ലാം 2024 കോഡി റോഡ്സിൻ്റെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പിനെ ആരാണ് ചലഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന റൂമറിനെ സംബന്ധിച്ചും WWE അടുത്ത വർഷത്തെ റോയൽ റമ്മലിനെ സംബന്ധിച്ചും ഭാവിയിൽ വരാൻ പോകുന്ന സമ്മർ സ്ലാം, റസൽമീനിയ തുടങ്ങിയവയെ സംബന്ധിച്ചുമുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് WWE പുറത്തേക്ക് കൊണ്ടിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചാണ് രണ്ടാമത് പറയാനുള്ളത്. അവസാനമായി പങ്കുവെക്കുന്നത് റോമൻ റെയിൻസ്, ഊസോസ് തുടങ്ങിയവരുടെ റിയൂണിയനെ സംബന്ധിച്ചുമാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് വെക്കാം. ഒന്നാമതായി പങ്കുവെക്കാനുള്ളത് സമ്മർ സ്ലാം 2024 എന്ന WWE അടുത്ത വലിയൊരു പ്രീമിയം ലൈവ് ഇവന്റിൽ കോഡി റോഡ്സ് എന്ന നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ്റെ എതിരാളി ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്ന കുറച്ച് റൂമേഴ്സാണ്. അതിൽ ഒന്നാമത്തേത് ബ്ലഡ് ലൈൻ്റെ നിലവിലെ ലീഡറായ സോളോ സിക്കോവയും കോഡി റോഡ്സും തമ്മിലുള്ള ആ ഒരു മത്സരം കാണാൻ സാധിക്കുമെന്നാണ്. കോഡിയും സോളോയും തമ്മിലുള്ള ആ ഒരു ഫ്യൂഡ് ഇതിനോടകം തന്നെ സ്മാക്ക് ഡൗണിൽ ആരംഭിച്ചിട്ടുണ്ട്. രണ്ടാമത് കേൾക്കുന്ന ഒരു റൂമർ കോഡി റോഡ്സ് വേഴ്സസ് റാൻഡി ഓർട്ടൺ തമ്മിലുള്ള ആ ഒരു ഡ്രീം മാച്ച് നടക്കും എന്നുള്ളതാണ്. ഓൾറെഡി റാൻഡി ഓർട്ടൺ അദ്ദേഹം കോഡി റോഡ്സും അങ്ങനെ വരുന്ന ഒരു സമയത്ത് കോഡി റോഡ്സിൻ്റെ കൈവശമുള്ള WWE ചാമ്പ്യൻഷിപ്പിന് ചെറിയൊരു നോട്ടം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ മുൻപേ വീഡിയോസിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പങ്കുവച്ചതാണ്. അപ്പോൾ ഇവർക്ക് തമ്മിലുള്ള ഒരു മത്സരം സമ്മർ സ്ലാം 2024 വെക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടെന്നാണ് നിലവിൽ സീറോ ന്യൂസ് എന്ന് പറയുന്ന ഒരു ട്വിറ്റർ ഹാൻഡിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവരുടെ ഒരു 50% റിപ്പോർട്ടുകൾ ശരിയായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അവരുടെ റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള ഈ ഒരു അപ്ഡേറ്റ് ഞാൻ പങ്കുവെക്കുന്നത്. അപ്പോൾ നിലവിലെ പ്ലാൻ അനുസരിച്ച് WWE രണ്ട് സ്റ്റോറിയാണ് ഉള്ളത്. ഒന്നെങ്കിൽ സോളോ കോഡിയെ നേരിടുക, അല്ലെങ്കിൽ റാൻഡി ഓർട്ടൺ കോഡിയെ നേരിടുക എന്നുള്ളതാണ്. അപ്പോൾ റാൻഡി ഓർട്ടനാണ് കോഡിയെ നേരിടുന്നത് എന്നുണ്ടെങ്കിൽ റാൻഡി ഓർട്ടൺ പെട്ടെന്ന് ഒരു ഹീൽ ടേൺ ഒന്നും ചെയ്യാൻ പോകില്ല. കാരണം ഓൾറെഡി WWE ഇപ്പോൾ കുറേയധികം ഹീൽ റെസ്ലേഴ്സ് ഉണ്ട്. അപ്പോൾ റാൻഡി ഓർട്ടൺ പഴയ പോലെ ആ ഒരു വൈപ്പർ ക്യാരക്ടറിലേക്ക് പോകാതെ തന്നെ കോഡിക്കെതിരെയുള്ള ഒരു ചലഞ്ച്, അതായത് ഒരു ഫേസ് ക്യാരക്ടറും ഒരു ഫേസ് ക്യാരക്ടറും തമ്മിലുള്ള ഒരു മത്സരം, അതായിരിക്കും സമ്മർ സ്ലാമിൽ കോഡിക്കെതിരെ റാൻഡി വരികയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുക. പിന്നീട് ആ സമ്മർ സ്ലാമിൽ കോഡി റോഡ്സ് ടൈറ്റിൽ റിട്ടേൺ ചെയ്തതിന് ശേഷം അപ്രതീക്ഷിതമായി റാൻഡി ഓർട്ടൺ RKO ചെയ്യുകയും പിന്നീട് ഇവർക്ക് തമ്മിലുള്ള ഒരു ലോങ് ടൈം സ്റ്റോറി നടക്കാനും സാധ്യത ഉണ്ടെന്നുള്ള ഒരു റൂമറും പുറത്തേക്ക് വരുന്നുണ്ട്. റാൻഡി ഓർട്ടൺ വേഴ്സസ് കോഡി റോഡ്സ് തമ്മിലുള്ള മത്സരം നടക്കുന്നതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് 2025 റോയൽ റംബിളിൻ്റെ ഡേറ്റും വെന്യൂവും ഇപ്പോൾ WWE പുറത്തേക്ക് കൂട്ടിയിട്ടുണ്ട്. ഫെബ്രുവരി 2-ാം തീയതി ആയിരിക്കും ഇന്ത്യയിൽ നമുക്ക് റോയൽ റംബിൾ 2025 കാണാൻ സാധിക്കുക എന്നുള്ള ഒരു അപ്ഡേറ്റാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി WWE ബിഗ് 4 പേപ്പർ വ്യൂകളിൽ 3 ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ ഒരു സിറ്റിയിൽ വെച്ച് നടത്തുമെന്നുള്ളത് മുൻകൂട്ടി WWE അനൗൺസ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ റോയൽ റംബിൾ ഓൾറെഡി അവർ ആ ഒരു സിറ്റിയിലേക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇനി ഭാവിയിൽ വരാൻ പോകുന്ന സമ്മർ സ്ലാം, റസൽമീനിയ തുടങ്ങിയ ഇവൻറ്റുകളും ഈ ഒരു സിറ്റിയിൽ, ഈ ഒരു സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തും എന്നുള്ളതാണ് ട്രിപ്പിൾ എച്ച് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് പുറത്തേക്ക് വിട്ടുകൊണ്ട് കൺഫേം ചെയ്തിരിക്കുന്നത്. സമ്മർ സ്ലാമും റസൽമീനിയയിലും അടുത്ത വർഷം മുതൽ 2 ദിവസം ആയിട്ടുള്ള ഒരു ഈ ബിഗ് ഇവൻ്റ് ആയിട്ട് നടത്താൻ പോകുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റും കൂടി പങ്കുവെക്കാനുണ്ട്. അതായത് റസൽമേനിയ ഇപ്പോൾ ഓൾറെഡി 2 ദിവസമായിട്ടാണ് നടക്കുന്നത്. ഇനി വരാൻ പോകുന്ന സമ്മർ സ്ലാം ഒക്കെ 2 ദിവസമായിട്ടായിരിക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അവസാനമായി പങ്കുവെക്കാനുള്ളത് റോമൻ റെയിൻസും ഊസോസും റിയൂണിയൻ ചെയ്യാൻ പോകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് കിട്ടുന്ന ഒരു റൂമറാണ്. സീറോ ന്യൂസ് എന്ന് പറയുന്ന ട്വിറ്റർ ഹാൻഡിൽ തന്നെയാണ് റോമൻ റെയിൻസും ഊസോസും ഹഗ് ചെയ്യുന്ന ഒരു ഗിഫ് ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. അപ്പോൾ ഇവർ ഇത്തരത്തിൽ വിടാറുള്ള ഗിഫുകളെല്ലാം WWE കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു സ്റ്റോറിയായി നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഗിഫിനെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അപ്പോൾ റോമൻ റെയിൻസിൻ്റെ റിട്ടേൺ നമുക്ക് സമ്മർ സ്ലാം ആ ഒരു സമയത്ത് കാണാൻ സാധിക്കുമെന്നും റീയൂണിയൻ ചെയ്യിപ്പിക്കുന്ന ഊസോസ്, റോമൻ റെയിൻസ് ഇവരുടെ ഒരു മൊമെൻറ്റ് നമുക്ക് വൈകാതെ കാണാൻ സാധിക്കുമെന്നുള്ള ഒരു റൂമറുമാണ് നിലവിൽ പുറത്തേക്ക് വരുന്നത്. സർവൈവർ സീരീസ് വാർ ഗെയിംസിലായിരിക്കും ഇപ്പോഴത്തെ ബ്ലഡ് ലൈനും ഒറിജിനൽ ബ്ലഡ് ലൈനും തമ്മിലുള്ള ഒരു മത്സരവും അതിനോടനുബന്ധിച്ചുള്ള സ്റ്റോറിയും നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളൊരു അപ്ഡേറ്റും കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും റോമൻ റെയിൻസും ഊസോസും റീയൂണിയൻ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ജെ ഊസോ ഉള്ളത് റോ ബ്രാൻഡിലാണ്. അപ്പോൾ അദ്ദേഹത്തെ സ്റ്റോറി ലൈൻ പ്രകാരം കണക്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് സ്മാക്ക് ഡൗണിലേക്ക് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ജിമ്മിയും റോമനും ജെയും റീയൂണിയൻ ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ വീഡിയോയ്ക്ക് മഴ കുറച്ചധികം തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വോയിസ് കൃത്യമായി കേൾക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.